പക്ഷെ ഞങ്ങള് ഇപ്പൊ വയസ്സായാലും ഞങ്ങളേലും ഭേദം. അത് കിട്ടൂല അടി പെണ്ണെ, അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ പോരാനാ? എൻ്റെ അമ്മേ, അങ്ങനെ കണിക്കൊന്ന് പോവാൻ അന്വേഷിച്ചിറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ. അപ്പോഴാണ് അവിടെ ഒരു ചെറിയ കാട് പിടിച്ച് നിൽക്കണതിൻ്റെ ഉള്ളിൽ ഒരു കൊല പൂവ് ഞങ്ങൾ കണ്ടത് കേട്ടോ. ഒരു കൊല ഉണ്ടായിരുന്നുള്ളൂ. അത് പൊട്ടിക്കാനുള്ള പരിശ്രമമാണ് കണ്ടത്. ഞങ്ങളുടെ പരിശ്രമം കണ്ട് അവിടെ നിന്നൊരു വല്യമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് ആ വല്യമ്മ തോട്ടിയും വാങ്ങിച്ച് ഞങ്ങൾക്ക് ഈസി ആയിട്ട് ഒറ്റ വലിക്ക് പറിച്ചു തന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ സമാധാനിച്ച് ഇങ്ങോട്ട് പോകുന്നു അതും കൊണ്ട്. കാരണം വീട്ടിൽ വന്നിട്ട് നമുക്ക് ഇഷ്ടം പോലെ പണിയുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ കിച്ചണിൽ കുറച്ച് സാധനങ്ങളൊക്കെ അടുക്കി പറക്കി ടിന്നുകളൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെക്കാനുണ്ടായിരുന്നു. ഫ്രിഡ്ജൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ വിഷു ആണല്ലോ നാളെ. അപ്പോൾ അതുകൊണ്ട് ഒക്കെ ഒതുക്കി പറക്കി ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. നല്ല പണിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഇന്നും വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു, ഇന്നലെയും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമുക്കുള്ള സാധനങ്ങളൊക്കെ ആയി. കാര്യം നമുക്ക് വിഷു അങ്ങനെ ഇല്ലെങ്കിലും നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അവന് 5 വയസ്സാവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയത്. കാര്യം നമുക്ക് വിഷു ഇല്ലെങ്കിലും ആഘോഷിക്കാനൊന്നും പാടില്ലെങ്കിലും ആ ദിവസത്തൊന്നും നമുക്ക് എന്തോ മനസ്സിലൊരു സന്തോഷവും എല്ലാം ചെയ്യാനായിട്ടൊരു ഉഷാറൊക്കെ തോന്നൂലേ. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മൾ രാവിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയതും ഞങ്ങൾ ഒരു ചുരിദാർ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ആ പൂ പറിച്ചില്ലേ നമ്മൾ, അപ്പോൾ അതിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ തയ്ക്കാൻ കൊടുത്തത്. അപ്പോൾ അവിടെ നിന്ന് അത് വാങ്ങണമായിരുന്നു. അപ്പോൾ അങ്ങനെ അതും ഞങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ അവസാനം. എൻ്റെ പണികളൊന്ന് കഴിച്ചോട്ടെ ഞാൻ. അപ്പോൾ അങ്ങനെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേട്ടൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകി പച്ചമുളകിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞ് 2 മോരെ ടിന്നിലാക്കി ഇട്ട് വെച്ചു. പിന്നെ മസാലപ്പൊടി ഞാൻ യൂസിപ്പിയുടെ മസാലപ്പൊടിയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. അതാകുമ്പോൾ എല്ലാത്തിലും ഇടാൻ എനിക്ക് അങ്ങനെ വലിയ കുഴപ്പം തോന്നിയിട്ടില്ല, നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതും വാങ്ങിച്ച് അതും ടിന്നിലിട്ട് വെച്ചു. പിന്നെ പഞ്ചസാര ഇച്ചിരി കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചൂടായതുകൊണ്ട് പിള്ളേർ എപ്പോഴും നാരങ്ങ വെള്ളം ഉണ്ടാക്കി താന്ന് പറയും. അപ്പോൾ നമുക്ക് പഞ്ചസാരയ്ക്ക് നല്ല ചിലവാണ്. അപ്പോൾ അവർ പഞ്ചസാര ഇട്ട് കുടിക്കുമ്പോൾ പിന്നെ നമ്മളും പഞ്ചസാരയല്ലേ ഇട്ട് കുടിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ പഞ്ചസാര വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ഫ്രിഡ്ജൊക്കെ അതിൻ്റെ ട്രേ ഒക്കെ കൊണ്ടുപോയി ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് വെക്കാനുള്ള സാധനങ്ങളും കൂടി വെച്ചു കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ അവശതയായി. പിന്നെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇന്നലെ വാങ്ങിച്ച സാധനങ്ങളൊന്നും കവർന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ ചേട്ടൻ സബോള, ഉള്ളി, പിന്നെ ശർക്കര, പിന്നെ നമ്മുടെ പായസം വെക്കണ പരിപ്പില്ലേ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം പായസം വെക്കാമെന്ന് വിചാരിച്ചു. കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിട്ട് വിഷുവിന് നമുക്ക് വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ബർത്ത്ഡേക്ക് ഏപ്രിൽ 17-ാം തീയതിയാണ് അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ആകെ 1-2 പ്രാവശ്യം മാത്രമേ വിഷു ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. വിഷുവും ഓണമൊക്കെ. കാരണം നമ്മുടെ റിലേറ്റീവ്സാണ് ഇവിടെ ചുറ്റും കിടക്കണേ. അപ്പോൾ ആരെങ്കിലും മരിക്കും. അപ്പോൾ നമുക്കങ്ങനെ വിഷുവും ഓണമൊന്നും മിക്കപ്പോഴും ഉണ്ടാവാറില്ല. എൻ്റെ ഓർമ്മയിൽ 1-2 വർഷം കണ്ടാണ് ഇവിടെ ആഘോഷിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ വർഷം പതിവ് പോലെ തന്നെ നമുക്ക് വിഷുവും ഓണം ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പണികളൊക്കെ എടുത്തു വന്നപ്പോഴേക്കും 12:45 കേട്ടോ. അപ്പോൾ ചേട്ടൻ വേഗം ചോറിന് സമയമായില്ലേ. അപ്പോൾ ഞാൻ വേഗം കുറച്ച് അച്ചിങ്ങി എടുത്തിട്ട് കായും കൂടി അരിഞ്ഞിട്ട് വേഗം അതിനിടയ്ക്ക് ഉപ്പേരിയും വെച്ചു. പപ്പടവും വറുത്ത് ചേട്ടന് ചോറ് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങാണ്. അപ്പോൾ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ എനിക്ക് അമ്മയും പിന്നെ മോളും കൂടിയാകുമ്പോൾ അങ്ങനെ ഒരേ ടൈപ്പ് തുണിയെടുത്ത് ഡ്രസ്സൊക്കെ തയ്ക്കണത്. അതിൻ്റെ ട്രെൻഡൊക്കെ പോയി. പക്ഷെ അന്ന് എനിക്ക് കൊച്ചുണ്ടായിരുന്നില്ല. ഇപ്പോൾ കൊച്ചായപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അമ്മയുടെ ഒരു സാരി, അമ്മയുടെ പുതിയ സാരിയാണ്. അപ്പോൾ അതെനിക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് അത് ഉടുത്തിട്ടൊരു സുഖമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് എനിക്കൊരു ടോപ്പും തയ്ച്ചു കുഞ്ഞിപ്പെണ്ണിന്. അതുകൊണ്ട് ചെറിയൊരു ബ്ലൗസും പാവാട എലാസ്റ്റിക്കൊക്കെ വെച്ചിട്ടൊരു പാവാടയും തയ്ച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ ഇടാനൊന്നും പറ്റില്ല. എന്നാലും കൊച്ചിൻ്റെ നമ്മൾ തലമുടി അവളുടെ വടിക്കാനായിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇടാലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിത് പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം അവൾക്ക് കൊടുത്ത് അവൾ മറിച്ച് കളഞ്ഞു. അപ്പോൾ ഞാൻ ഡ്രസ്സ് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ ഡ്രസ്സ് തയ്ച്ചത്. നമ്മൾ ഇതുകൊണ്ട് അവൾക്ക് ചെറിയൊരു ബ്ലൗസും പാവാടയായിട്ട് തയ്ച്ചു. പിന്നെ എനിക്കൊരു ടോപ്പായിട്ടും തയ്ച്ചു കേട്ടോ. നല്ല പിസ്ത ഗ്രീൻ കളറാണ്. ഇതിനകത്ത് അത്ര ക്ലിയറായിട്ട് കാണുന്നില്ല കളറ്. നല്ല കളറാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിഷു വിശേഷങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ, നാളത്തെ വീഡിയോയിൽ.